അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച് പ്രത്യേക സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുണ്യനിമിഷത്തിന് സാക്ഷിയാകാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമായി കരുതുന്നു. ഇന്നു മുതൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വരെ പ്രത്യേക വ്രതം ആരംഭിച്ചതായും നരേന്ദ്രമോദി പറഞ്ഞു. रामचंद्र की जय। मेरे प्यारे देशवासियों, राम राम। जीवन के कुछ क्षण ईश्वरीय आशीर्वाद की वजह से ही यथार्थ में बदलते हैं। आज हम सभी भारतीयों के लिए, दुनिया भर में फैले राम भक्तों के लिए ऐसा ही पवित्र अवसर है। हर तरफ प्रभु श्री राम की भक्ति का अद्भुत वातावरण, चारों दिशाओं में राम नाम की धुन, राम भजनों की अद्भुत सौंदर्य माधुरी। हर किसी को इंतजार है 22 जनवरी का, उस ऐतिहासिक पवित्र पल का। और अब अयोध्या में रामलला की प्राण प्रतिष्ठा में केवल 11 दिन ही बचे हैं। मेरा सौभाग्य है कि मुझे भी इस पुण्य अवसर का साक्षी बनने का अवसर मिल रहा है। ये मेरे लिए कल्पनातीत अनुभूतियों का समय है। मैं भावुक हूँ, भाव विह्वल हूँ। मैं पहली बार जीवन में इस तरह के मनोभाव से गुजर रहा हूँ। मैं एक अलग ही भाव भक्ति की अनुभूति कर रहा हूँ। मेरे अंतर मन की ये भाव यात्रा मेरे लिए अभिव्यक्ति का नहीं, अनुभूति का अवसर है। എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, എന്തായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യമെമ്പാടും. അയോധ്യയാകട്ടെ എല്ലാ വിധത്തിലും തയ്യാറെടുപ്പുകളാക്കി കഴിഞ്ഞു. സനാതനധർമ്മ വിശ്വാസികളുടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ഇനി 10 ദിവസം കൂടിയാണ് അയോധ്യയിലെ തീർത്ഥക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രത്യേക സന്ദേശവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം വ്യക്തമാക്കിയത്, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചത്, അദ്ദേഹം കാത്തിരിക്കുകയാണ്. ജന്മസൗഭാഗ്യമാണ് ഇത്തരമൊരു അവസരം തനിക്ക് ലഭിച്ചത്, അതിനായി കാത്തിരിക്കുകയാണെന്നാണ്. ഇനിയുള്ള ദിവസങ്ങൾ വ്രതം നോക്കേണ്ട ദിവസമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ഭാരതത്തിൽ ലോകമെമ്പാടുമുള്ള സനാതനധർമ്മ വിശ്വാസികൾക്ക് ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഇനി നൂറ്റാണ്ടുകൾ കാത്തിരുന്നു, അതിന് വിരാമമാകുന്ന ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏവരും വ്രതം നോറ്റ് രാമമന്ത്രം ജപിച്ചുകൊണ്ട് കാത്തിരിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സമാനമായ രീതിയിലുള്ള സന്ദേശങ്ങൾ പല ഭാഗങ്ങളിലും പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. ഏതാണ്ട് 10 ദിവസം കൂടി മാത്രം അവശേഷിക്കുമ്പോൾ വലിയ ഒരു സമൂഹം, ജനസാഗരമായിരിക്കും അയോധ്യയിലേക്ക് ഒഴുകിയെത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രധാന സേവകൻ എത്തുന്നു. ഒപ്പം തന്നെ ഈ രാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുവാൻ മുൻകൈയെടുത്ത LK അദ്വാനി, അതേപോലെ തന്നെ മുരളി മനോഹർ ജോഷി അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തുന്നു. അവർക്ക് പ്രത്യേക മെഡിക്കൽ സംഘവും അവരോടൊപ്പം അനുഗമിക്കുന്നു. ഇതുകൂടാതെ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ഗവർണർമാർ തുടങ്ങി വലിയ ഒരു നിര തന്നെ, വലിയ VVIPകളുടെ ഒരു നിര തന്നെ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നു. ഒപ്പം തന്നെ സന്യാസി സമൂഹം, അതേപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ, ഇങ്ങനെ വലിയ ഒരു സമൂഹം, ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിനോടകം തന്നെ വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് VVIP സന്ദർശനത്തോടനുബന്ധിച്ച് തികഞ്ഞ സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരമെന്നുള്ളതാണ്. കേന്ദ്രസേനയുടെയും അതേപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസിൻ്റെയും ഒക്കെ തന്നെ പ്രത്യേക സംഘങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം, CCTV നിരീക്ഷണം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. കാര്യം ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും ഭീഷണി ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വലിയ തികഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ വലിയ ജനസാഗരത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ ഈ
ഒരു ശബ്ദ സന്ദേശത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാമമന്ത്രം മുഴക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വ്രതം നോറ്റ് കാത്തിരിക്കണമെന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അനു. ശരി നന്ദൻ.